ഞാനിപ്പോൾ ഇവിടെ പ്രതികരിച്ച് നിൽക്കുന്നത് സനാതന ധർമ്മത്തിൻ്റെ ഹൈന്ദവ ദർശനത്തിൻ്റെ ഒരു പ്രതിയായിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാശയമാണ് ഈ നോട്ടീസിൻ്റെ മുമ്പിൽ ഞാൻ കണ്ടത്. അറിവ് സമാധാനത്തിന്. ഇവിടെ അറിവ് എന്നുള്ളത് ഈശ്വരീയമായ അറിവ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ആദരണീയമായ ഗുരുക്കന്മാരെ ഒന്നും എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമില്ല, പേരും വല്ലാതെ അറിയില്ല. പക്ഷെ ഇപ്പം സംസാരിച്ച അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു ഇരുട്ടറയിലിരിക്കുമ്പോഴും എവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾ ചെയ്യുന്ന ഓരോ സൂക്ഷ്മമായ കർമ്മത്തെയും കണ്ടുകൊണ്ട് ഒരു മഹശക്തി ഈശ്വരൻ ഭഗവാൻ അവനെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന അറിവ്, ഈ അറിവ് മാത്രമേ നമ്മെ സമാധാനത്തിലേക്ക് നയിക്കൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അമേരിക്കയുടെ തലസ്ഥാനം എന്ത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര രാജാക്കന്മാരുണ്ടായിരുന്നു എന്ന ആ ഭൗതികമായ അറിവ് ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം നൽകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ചിന്താഗതിയുടെ വക്താവായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിന്റെ ഓരോ ദുഃഖത്തിലും എൻ്റെ കൈയുണ്ടെന്ന് പറയുന്ന, നീ ചെയ്യുന്ന കർമ്മങ്ങളാണ് കർമ്മ സിദ്ധാന്തത്തെ അംഗീകരിക്കാത്തൊരു മതവും ലോകത്തില്ല. ഏ മനുഷ്യ, ഏ മുസ്ലിമേ, ഏ ഹിന്ദുവേ, ഏ ക്രിസ്ത്യാനി എന്നല്ല പ്രവാചകന്മാരാരും വിളിച്ചത്. ഹേ മനുഷ്യരെ എന്നാണ്. ഹേ മനുഷ്യരെ, നിങ്ങളുടെ കർമ്മം ശുദ്ധമാക്കൂ. എൻ്റെ മതം എന്നെ പഠിപ്പിക്കുന്നത് അതാണ്. ഇസ്ലാമിക ദർശനം അതാണ് പഠിപ്പിക്കുന്നത്. ക്രൈസ്തവ ദർശനം അതാണ് പഠിപ്പിക്കുന്നത്. ഈ ഒരു ഈശ്വരീയമായിട്ടുള്ള അറിവ്, ഈ ദൈവികമായിട്ടുള്ള അറിവ് ഇന്ന് ആധുനിക ശാസ്ത്രം പോലും യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ട് ഓരോ അണുവിലും ഒരു ഇന്റലിജൻസ് ഉണ്ട്. അതിനെയാണ് ഞങ്ങൾ മതങ്ങൾ ഈശ്വരൻ എന്ന് വിളിച്ചത്, അതിനെയാണ് ഭഗവാൻ എന്ന് വിളിച്ചത്, അതിനെയാണ് അള്ളാഹ് എന്ന് വിളിച്ചത്. അല്ലെങ്കിൽ പല പേരുകളിൽ അത് അറിയുന്നു. ആ പേരുകളല്ല മുഖ്യം. ആ ശക്തിയിൽ നമുക്ക് വിശ്വാസമുണ്ടോ? ആ അറിവിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടോ? സാധാരണ ഞങ്ങൾ പറയാ, വെറും ഗ്രന്ഥപഠനം കൊണ്ടൊന്നും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആ ഒരു സമാധാനത്തിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ നേരത്തെ സംസാരിച്ച ഉസ്താദ് പറഞ്ഞു, ജീവിത സംസ്കാരം ഗുരുവിൽ നിന്നാ പഠിക്കേണ്ടത്. ഗുരുക്കന്മാരുടെ ജീവിതമാണ് നമ്മുടെ ജീവിതമായി മാറേണ്ടത്. ആ ഒരു സംസ്കാരം ഇവിടെ നിലനിർത്തുന്നു എന്നറിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ്. ഞങ്ങളിൽ നിന്ന് കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് കുറച്ചും കൂടി പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഗുരുക്കന്മാരിൽ നിന്ന് ഭഗവത്ഗീത നമ്മൾ പഠിച്ചതുകൊണ്ട്, ഖുർആൻ മാത്രം പഠിച്ചതുകൊണ്ട് ആ അറിവ് അനുഭവമായി മാറാനോ ആ അറിവ് വിജ്ഞാനമായി മാറാനോ സാധ്യത ചിലപ്പോൾ കുറവാണ്. ആ അറിവിൽ ജീവിച്ച മഹാഗുരുക്കന്മാരിവിടെ ഉസ്താദ് പറഞ്ഞ ആ മഹാഗുരുക്കന്മാരിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കുമ്പോ, ആ കണ്ടുപഠിക്കൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുമ്പോ, സംസ്കാരമാകുമ്പോ, ആ അറിവ് ഐശ്വര്യമായ അറിവ്, ആ ഓരോ നടത്തവും ഓരോ ചിന്തയും, അവരുടെ ഓരോ ചിന്തയും, അവരുടെ ഓരോ പ്രവൃത്തിയും, അവരുടെ ഓരോ വാക്കും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകും. അത് ഇവിടെ നിലനിർത്തുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്നു. മതം എന്നുള്ളത് അഭിപ്രായമാണ്. ഈശ്വരൻ എന്നുള്ളത് നാമരൂപങ്ങൾക്ക് അതീതമായ, ഇന്നേ വരാർക്കും പറയാൻ പറ്റാത്ത ഒരു അദൃശ്യ ശക്തിയാണ്. അവന് നാമമില്ല, അവന് രൂപമില്ല. അങ്ങനെയുള്ള ആ മഹാശക്തിയെ പല മതങ്ങൾ, പല പ്രവാചകന്മാർ പല രീതിയിൽ പറഞ്ഞെന്ന് മാത്രം, അങ്ങനെ പല രീതിയിലുള്ള ഗോത്രങ്ങളെ സൃഷ്ടിച്ചെന്ന് മാത്രം, അങ്ങനെയുള്ള പല വർഗങ്ങളെ സൃഷ്ടിച്ചെന്ന് മാത്രം. അത് തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാ ഖുറാനിൽ പറയുന്നത്, നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം. ഞാനിടാൻ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നത് മഞ്ഞ വസ്ത്രമാണെങ്കിൽ അല്ലെങ്കിൽ നീല വസ്ത്രമാണെങ്കിൽ അത് നീ ധരിച്ചോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവാറുണ്ടോ? അതേപോലെ അദൃശ്യനായ ആ ഭഗവാനെ പറ്റി എൻ്റെ മതം എന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ
എൻ്റെ മതം എന്നെ അങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോ ഈ അഭിപ്രായങ്ങളെ സ്വീകരിക്കാനുള്ള കരുത്ത്, അതാണ് സമാധാനം. ആ വ്യത്യസ്ത അഭിപ്രായങ്ങളെ, ആ ഈശ്വരനെ കുറിച്ച് ഈശ്വരൻ ചില ആളുകൾ പറയും അവൻ നീണ്ടു കിടക്കുന്നു, ചില ആൾ പറയും ഉരുണ്ട് കിടക്കുന്നു, ചില ആളുകൾ പറയും അവൻ ചതുരാകൃതിയിലാണ്, ചില ആളുകൾ പറയും അതിന് നാമവുമില്ല രൂപവുമില്ല. ആയിക്കോട്ടെ, നാമം വേണ്ട, രൂപം വേണ്ട, അങ്ങനെ ഒരു ശക്തിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് കാണുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും അതിനെ അദൃശ്യമായി നിങ്ങൾ അറിയാതെ അതിനെ കാണുന്ന ഒരു മഹാപ്രഭു, ഒരു മഹാശക്തി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് പഠിപ്പിക്കാനുള്ളതാണ് മതം. അത് പഠിക്കുമ്പോൾ ഏത് മതം പഠിച്ചാലും നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളെ സ്വീകരിക്കാൻ കഴിയും. നമുക്ക് വ്യത്യസ്ത അഭിപ്രായമുള്ളവരോട് നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ഇത് നമ്മൾ മതഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് പറ്റുന്ന ഒരു അബദ്ധം, മതഗ്രന്ഥങ്ങളിൽ ശ്രുതി എന്നും സ്മൃതി എന്നും പറഞ്ഞിട്ട് രണ്ട് ഭാഗങ്ങൾ എല്ലാ മതഗ്രന്ഥങ്ങളിലുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന ചില പ്രസ്താവനകൾ മതഗ്രന്ഥങ്ങളിലുണ്ട്, അത് സ്മൃതിയാണ്, അത് ആ കാലഘട്ടത്തിലുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ മഹാഭാരത യുദ്ധത്തെ പറ്റി പഠിക്കുമ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ അനിവാര്യമായിരുന്ന ഒരു യുദ്ധത്തെ മഹാഭാരതം പറയുമ്പോൾ യുദ്ധമാണ് മതങ്ങളുടെ ലക്ഷ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അത് നമ്മുടെ അറിവിന്റെ കുറവ്, അത് സ്മൃതിയാണ്, അത് കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ടതാണ്. എന്നാൽ എല്ലാ മതഗ്രന്ഥങ്ങളിലും ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പറഞ്ഞ ആ ഭഗവാനെ ഞങ്ങൾ ഭഗവാൻ എന്ന് വിളിക്കും, ഈശ്വരൻ എന്ന് വിളിക്കും, അല്ലെ പല നാമങ്ങൾ, അല്ലാഹ് എന്ന് വിളിക്കും, സ്രഷ്ടാവ് എന്ന് വിളിക്കും. ആ സ്രഷ്ടാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിലൊരു മാറ്റം ഉണ്ടാവില്ല, അത് ശ്രുതിയാണ്. ഈ ഒരു സ്മൃതിയെയും ശ്രുതിയെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പോക്ക് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒന്നിനും വേണ്ടിയിട്ടല്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ മതത്തെക്കുറിച്ച്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങളെ ഒന്ന് അറിയിക്കുക. അറിയാനും അറിയിക്കാനുമാണ് ഇങ്ങനെയുള്ള വേദികൾ, അല്ലാതെ ജയിക്കാനല്ല, അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ നടത്തി പോവാനല്ല. ഇങ്ങനെയൊക്കെയുണ്ട്. ഞങ്ങളിൽ യമനയ മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കാത്ത മതം ഏതാണ്? ഞങ്ങൾ ഭാരതീയ ദർശനത്തിൽ, സനാതന ധർമ്മത്തിൽ, ഹൈന്ദവ ദർശനത്തിൽ മൂല്യങ്ങളെന്ന് ഞങ്ങൾ പറയാ യമനിയമങ്ങൾ എന്നാണ്. യമനിയമങ്ങൾ അനുസരിക്കണം എന്ന് പറയുമ്പോ മൂല്യങ്ങൾ പാലിക്കണം എന്നാണ്. 10 കൽപ്പനകൾ എന്ന് പറയുമ്പോ, ബൈബിള് പറയുമ്പോ അത് മൂല്യങ്ങൾ പാലിക്കാനാണ്. ഈശ്വരീയമായ നിയമങ്ങൾ പാലിക്കണമെന്ന് നമ്മ ഇസ്ലാമിക ദർശനത്തെ പറയുമ്പോൾ അത് മൂല്യങ്ങളാണ്. അപ്പം മൂല്യങ്ങൾ ഞങ്ങൾ 20 മൂല്യങ്ങളൊക്കെ പഠിക്കും. സത്യം മുതൽ അങ്ങോട്ട് തുടങ്ങും. ക്ഷമയും ശാന്തിയും സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും പറയാൻ പറ്റിയ വേദിയല്ല, സമയമല്ലാത്തത് കൊണ്ട്. അപ്പം മൂല്യങ്ങൾ ഞങ്ങൾ സംസ്കൃതത്തിൽ അത് യമനിയമങ്ങൾ എന്ന് പറയുന്നു, അത് മലയാളത്തിൽ അതിൽ ഈശ്വരീയ നിയമങ്ങൾ എന്ന് പറയുന്നു, അറബിയിൽ അതിന് വേറെ പേരുണ്ടാവും, എനിക്കറിയില്ല. അപ്പൊ എല്ലാ മതങ്ങളും മൂല്യങ്ങളും മുറുകെ പിടിക്കണം. അങ്ങനെ മൂല്യങ്ങളുടെ മൂല്യമായ ഈശ്വരൻ, എല്ലാ മൂല്യങ്ങളുടെയും മൂല്യം ഈശ്വരനാണ്. ആ ഈശ്വരനിലേക്കുള്ള യാത്രയാണിത്. ആ യാത്രയാണ് നമ്മളെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വ്യത്യസ്ത മതങ്ങളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു. ഞാൻ ഹിന്ദു മതത്തിൽ നിന്ന് ചെയ്യുന്നു, നിങ്ങൾ ഇസ്ലാം മതത്തിൽ ചെയ്യുന്നു, അവരവർ ക്രിസ്തു മതത്തിൽ നിന്ന് ചെയ്യുന്നു. എല്ലാവരുടെയും യാത്ര ആ പരമമായ നാമരൂപങ്ങൾക്ക് അതീതമായ, ഇന്നേ വരെ ഒരു നാമവും ഒരു രൂപവും അതിനാർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല ശരിക്ക്. അപ്പൊ അങ്ങനെ ഒരു മഹശക്തി, ആ മഹശക്തിയിലേക്കുള്ള യാത്രയിൽ ഇങ്ങനെയുള്ള ഒരു ദർശ് ഇവിടെ 10ാം വർഷം ആഘോഷിക്കുന്നു. അതിൽ കുറേ കുട്ടികൾ ഈ അറിവിൻ്റെ നല്ല ഗുരുക്കന്മാരിൽ നിന്ന്, ഈശ്വരീയമായ അനുഭവങ്ങളുള്ള ആളുകളിൽ നിന്ന്, നമ്മുടെ എല്ലാ ചലനങ്ങളും കണ്ടുകൊണ്ട് ഒരു മഹശക്തി പ്രപഞ്ചത്തിലുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം പോലും ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ അറിവ് അനുഭവിച്ചുകൊണ്ട് പറഞ്ഞു തരാനുള്ള മഹാഗുരുക്കന്മാരിതാ ഇവിടെ ഇരിക്കുന്നു. ആ മഹാഗുരുക്കന്മാരുടെ മക്കളായി മാറാൻ കഴിഞ്ഞ ഭാഗ്യം സിദ്ധിച്ച നിങ്ങളെല്ലാവരോടും ഒരുപാട് എന്താണ് അതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.